ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഔട്ട്ഡോർ വീഡിയോ ആണേ. നമുക്കൊന്ന് ട്രിവാൻഡ്രം ചുറ്റിക്കറങ്ങിയിട്ട് വരാം. എല്ലായിടത്തും എന്ന് പറയുന്നില്ല, എന്നാലും ചെറിയ ചെറിയ മെയിൻ സിറ്റിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ ലക്ഷ്യം ആസ് യൂഷ്വൽ ഫുഡ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ട് ഫേമസ് ആയ ഒരു റെസ്റ്റോറൻറ്റ് തപ്പിപ്പിക്കൊണ്ടിരിക്കുകയാണ്. വഞ്ചിയൂറാണ്. ഇതെനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ, ശാസ്തമംഗലം. ഇവിടെ നമ്മുടെ MG കോളേജിൻ്റെ അടുത്ത് ഉള്ള തട്ടുകട പോലെ ഇവിടെയും രാത്രിയാകുമ്പോൾ ഫുൾ രണ്ട് സൈഡിലും തട്ടുകടയാണ്. പിന്നെ എപ്പോഴത്തെയും ഫേവറേറ്റ് തന്നെ നമ്മുടെ കനകക്കുന്ന്. ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലാണ്. ഇവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാംസ് ഉണ്ടാവും. ഇപ്പോൾ അവിടെ സമ്മർ കാർണിവൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കാം. പിന്നെ നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം സൂ, ഇവിടെയൊക്കെ നമ്മുടെ നൊസ്റ്റാൾജിയാണ്. പിന്നെ ഞങ്ങളിത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് PMGയിലോട്ടാണ്. ഞങ്ങളുടെ ലക്ഷ്യം വഞ്ചിയൂർ പോകാനാണ്. അങ്ങനെ ഞങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ട്രിവാൻഡ്രത്ത് ജനിച്ച് വളർന്നവർക്കറിയാം, ഓരോ സ്ഥലം കാണുമ്പോഴും ഓരോ നൊസ്റ്റുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും. പിന്നെ ഇത് ഒരു സ്പെഷ്യൽ സ്പോട്ടാണ്. നമ്മുടെ ഗണപതിയും ഈശുവും നമ്മുടെ നബിയൊക്കെ ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി, ഇത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ. ഇവിടെ എനിക്കൊരു നൊസ്റ്റാൾജി ഉണ്ട്. എന്താ വെച്ചാൽ അവിടെ കാണുന്ന വിനായക ബേക്കറി എന്ന് പറയുന്ന അവിടെ നല്ല ചൂട് പപ്സ് കിട്ടും. ഒരു 10 വർഷം മുമ്പേ ഉള്ളൊരു ഓർമ്മയാണ്. പിന്നെ ഈ കാണുന്നത് ആർടെക് മാളാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എമ്പുരാൻ ഫിലിം കണ്ടത്. ഇത് നമ്മുടെ മോൾ ഓഫ് ട്രാവൻകൂർ ലുലു ഒക്കെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ഡിമ്മായി, വലിയ തിരക്കൊന്നുമില്ല. പിന്നെ നമ്മുടെ കടയിൽ വന്ന് നാടൻ കടയും വീട്ടിൽ ഓണം എന്നാണ് പേര്. അങ്ങനെ അവിടെ ഭയങ്കര തിരക്കാണ്. ഈ പോകുന്ന ഇതൊന്നല്ല, തിരിച്ചിറങ്ങി വരുമ്പോൾ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് അവിടെ ഇലയിൽ ഈ ഒരു അച്ചാറും തോരനും അവിയലൊക്കെ തരും. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചോറിട്ടത് ആക്ച്വലി ഞാൻ ശ്രദ്ധിച്ചില്ല, ഭയങ്കര ക്വാണ്ടിറ്റി ആയിപ്പോയി. പിന്നെ കപ്പ മീൻകറിയൊക്കെ അവിടെ ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പിന്നെ ഒരു കണവ തോരനൊക്കെ കഴിച്ചു. ഞാൻ ആ ജ്യൂസ് കുടിക്കേണ്ട മെയിൻ കാര്യം, ഭയങ്കര സ്പൈസി ആയിരുന്നു, ഇരിഞ്ഞിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ വന്നത് പോത്തീസിലോട്ടാണ്. ചുമ്മാ വന്നതാ, പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നുമില്ല. ഞങ്ങളൊരു ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ടൈം ആയില്ല. അങ്ങനെ ഞങ്ങൾ വെറുതെ ഒന്ന് കയറിയതാണ്, ജസ്റ്റ് എല്ലാ ഫ്ലോറിലൊന്നൊക്കെ കയറി. പിന്നെ ഞാൻ വരുമ്പോൾ എന്തായാലും നമ്മുടെ സെക്ഷനിലോട്ടൊക്കെ ഒന്ന് കയറി ഡ്രസ്സൊക്കെ നോക്കുമല്ലോ. അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി അടുത്ത് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നൊരു ടീ ഒക്കെ കുടിച്ചു. എനിക്ക് ആ ടീ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മുടെ SL തിയേറ്ററിലോട്ട് വന്നു. ഞാൻ കാണാൻ വന്നിരിക്കുന്ന ഫിലിം വിക്രമിൻ്റെ ഫിലിം കണ്ടിട്ട് ഒരുപാട് നാളായി. അങ്ങനെ ഹാപ്പി ആയിട്ട് വിക്രമിനെ കാണാൻ വന്നിരിക്കുകയാണ്. വീരധീര സൂരൻ എന്നുള്ള സിനിമയാണ് കാണാൻ വന്നത്. പിന്നെ നമ്മുടെ സ്വന്തം സുരാജ് വെഞ്ഞാറമൂട് ഇതിൽ ഒരു വില്ലൻ കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. പിന്നെ തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് നല്ലൊരു പെരുമഴ പെയ്ത് തോർന്ന ഒരു സീനായിരുന്നു കണ്ടത്. പിന്നെ ഇത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പുതിയൊരു പാർക്കിങ്ങിൻ്റെ ബിൽഡിംഗ് ആണ്. പുതിയതെന്ന് പറയുമ്പോൾ ഇതൊരു 2023 ഇനാഗുറേറ്റ് ചെയ്താണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് മൾട്ടി പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ള പാർക്കിംഗ് ബിൽഡിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോൾ നല്ല ട്രാഫിക്കായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ഒരു ടൈമിലല്ല എത്തിയത്, കുറച്ച് അധികം സമയം എടുത്തു. നല്ല അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു മഴയൊക്കെ പെയ്തിട്ട് റോഡിലൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കിത് ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ഒരു നന്നായിട്ട് ഇരുട്ടിയിട്ടുമില്ല, എന്നാൽ അധികം വെട്ടമില്ല, ചെറുതായിട്ടൊന്ന് മങ്ങി വരുന്ന ടൈമിൽ ഫുൾ ലൈറ്റ്സ് ഓണായിട്ട് നല്ല രസമാണ്. ഇത് പൂജപ്പുരയുള്ളൊരു റൗണ്ട് അബൌട്ടാണ്. ഇവിടെ അകത്ത് ആൾക്കാർ ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്ലേസായിരുന്നു. പിന്നെ ഇവിടെയും ഒരു നൊസ്റ്റാൾജിക് പ്ലേസാണ്, കാരണം ഇത് പൂജപ്പുര ഒരു ഫേമസ് അമ്പലമാണ്. ഇവിടെ ഉത്സവം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും സ്ഥലം കാണാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. ഇവിടുത്തെ എന്താ ഒരു ഓർമ്മയെന്ന് വെച്ചാൽ, ഇവിടെ ഉത്സവത്തിന് വന്നപ്പോൾ ചെറുതിലെ ആദ്യമായിട്ട് റൈഡിൽ കയറുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനെ നല്ലൊരു ദിവസം യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവേത് എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.